കുളത്തിലെ വെള്ളം ഉപയോഗിച്ച് എങ്ങനെ മികച്ച ജൈവവളം ഉണ്ടാക്കും എന്നാണ് ഇന്നത്തെ വീഡിയോ. അതിനായി ഞാൻ എടുക്കുന്നത് എൻ്റെ മീൻ കുളത്തിലെ ആൽഗ വാട്ടർ ആണ്. പിന്നെ അസോള എന്ന ചണ്ടിയും, പിന്നെ അടുക്കള വേസ്റ്റ് കുറച്ച് 300 ലിറ്ററിൻ്റെ ഡ്രം ആണ് ഞാൻ സ്ഥാപിച്ചിരിക്കുന്നത്. ഒരു പ്രാവശ്യം മാത്രം 5 കൊട്ട ചാണകം ഞാൻ ഡ്രമ്മിൽ ഇട്ടു. അതിനുശേഷം വെള്ളം ഒഴിച്ചു. ഒരാഴ്ച വെറുതെ വെച്ചു. ഒരാഴ്ച കഴിഞ്ഞ് അതിൽ കുളത്തിലെ വെള്ളവും അസോളയും അടുക്കള മാലിന്യവും കുറേശ്ശെ ഇട്ടു തുടങ്ങി. ഇതെല്ലാം ഇട്ടതിന് ശേഷം 24 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് സ്ലറി എടുക്കാം. 100 മില്ലി സ്ലറിയിൽ 10 ലിറ്റർ വെള്ളം ഒഴിച്ച് നേർപ്പിക്കണം. അത്രയും ശക്തിയേറിയ വളം ആയി, ജൈവവളം ആയി ഇത് മാറും. ചെടികളുടെ വലുപ്പം അനുസരിച്ച് നമുക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ഇളക്കി കൊടുക്കുന്ന ഭാഗം ഞാൻ കാണിക്കുന്നുണ്ട്. ഇളക്കുമ്പോൾ ഒരു വശത്തേക്ക് മാത്രം ഇളക്കുവാൻ ശ്രദ്ധിക്കണം. 1 ലിറ്റർ സ്ലറി എടുത്താൽ നമ്മൾ 2 ലിറ്റർ എങ്കിലും മാലിന്യങ്ങളും വെള്ളവും അസോളയും അതിൽ ഒഴിക്കണം. 24 മണിക്കൂറിൽ ഒരിക്കലേ സ്ലറി എടുക്കാൻ പാടുള്ളൂ. ശ്രദ്ധിക്കേണ്ട കാര്യം, വളരെ കുറച്ച് മാത്രം ഈ വളം ഉപയോഗിക്കുക. അധികം ആയാൽ ചെടി കരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട്. സൂക്ഷിക്കുക. എൻ്റെ വീട്ടിലൊരു വലിയ സപ്പോട്ട, അതായത് ചിക്കു ഉണ്ട്. ആ സപ്പോട്ട വളർന്നതും ഈ വളം കൊണ്ട് ആണ്. ഇപ്പോൾ ഇഷ്ടംപോലെ കായ്കൾ ഉണ്ട്. കൂടാതെ പാഷൻ ഫ്രൂട്ട്, കാബേജ്, കോളിഫ്ലവർ തുടങ്ങി ഒട്ടേറെ ഇനങ്ങൾ ഞാൻ കൃഷി ചെയ്യുന്നു. ഈ വളം മാത്രം ഉപയോഗിച്ച് ഞാൻ വേറെ ഒരു വളവും വാങ്ങാറില്ല. കായ്കൾ